വടക്കൻ കേരളത്തിലെ പ്രധാനപ്പെട്ട പുണ്യതീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം. ഏകദേശം 450 വർഷത്തോളം പഴക്കം ഈ ക്ഷേത്രത്തിനുണ്ടെന്ന് പറയപ്പെടുന്നു. ജാതി മതഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും സന്ദർശിക്കുന്ന ഒരു ക്ഷേത്രമാണ് പറശ്ശിനി മടപ്പുര. കണ്ണൂരിൽ നിന്ന് 20 കിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്താണ് ഈ ക്ഷേത്രം. പറശ്ശിനി മടപ്പുരയിലെ പ്രധാന ഉത്സവം പുത്തരി തിരുവപ്പനയാണ്. ഇത് വൃശ്ചികം 16 നടക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന എല്ലാവർക്കും സൗജന്യ ഭക്ഷണം ഒരുക്കുന്നു. പ്രസാദമായി ചായയും വേവിച്ച പയറുമാണ് നൽകുന്നത്. ഇവിടെ നിവേദ്യം കള്ളും ചുട്ട മീനുമാണ്. മുത്തപ്പന്റെ പ്രധാന വഴിപാടുകൾ പയങ്കുറ്റി വെള്ളാട്ടം, തിരുവപ്പന, കരിങ്കലശം, ഊട്ടും വെള്ളാട്ടം, ചോറൂണ്, തുലാഭാരം എന്നിവയാണ്. ഇവിടെ ആരാധിക്കുന്ന ദേവൻ ശ്രീ മുത്തപ്പൻ ആണ്. പറശ്ശിനി മുത്തപ്പൻ കുടുംബത്തിലെ തീയന്മാരാണ് പ്രധാന പൂജകളെല്ലാം നടത്തുന്നത്. പ്രത്യേക സന്ദർഭങ്ങളിൽ ബ്രാഹ്മണരും മടയന്മാരും ഒരുമിച്ച് ശ്രീകോവിലിൽ പൂജകൾ നടത്തുന്നു. ശൈവ വൈഷ്ണവ സങ്കല്പമായ ഭഗവാൻ മുത്തപ്പൻ പരബ്രഹ്മസ്വരൂപനാണെന്നാണ് സങ്കല്പം. തെയ്യക്കോലത്തിൽ വരുന്ന പറശ്ശിനിക്കടവ് മുത്തപ്പൻ ഒരേ പരമാത്മാവായ ഭഗവാന്റെ 2 പ്രധാനപ്പെട്ട ദൈവിക ഭാവങ്ങളായ പരമശിവനെയും മഹാവിഷ്ണുവിനെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് വെള്ളാട്ടവും തിരുവപ്പനയുമായി ഇവിടെ കെട്ടിയാടുന്നു. ചന്ദ്രക്കലയുടെ രൂപത്തിലുള്ള കിരീടം വെച്ച് ശിവനെയും മത്സ്യത്തിന്റെ രൂപത്തിലുള്ള കിരീടം വെച്ച് വിഷ്ണുവിനെയും പ്രതിനിധാനം ചെയ്യുന്നു. മുത്തപ്പന്റെ വാഹനമാണ് നായ. അതിനാൽ ക്ഷേത്രത്തിനകത്തും ചുറ്റുവട്ടത്തുമെല്ലാം നായയെ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും പുലർച്ചയ്ക്ക് തിരുവപ്പനയും വെള്ളാട്ടവും വൈകുന്നേരം ഊട്ടും വെള്ളാട്ടവും ഉണ്ടായിരിക്കുന്നതാണ്. മടപ്പുരയോട് ചേർന്ന് നിൽക്കുന്നതാണ് കഴകപ്പുര. മുത്തപ്പന്റെ കലശസ്ഥാനമാണിത്. അയ്യങ്കര വാഴുന്നവർ എന്ന നാടുവാഴിക്കും പത്നിയായ പാടിക്കുട്ടി അന്തർജനത്തിനും കുട്ടികളില്ലായിരുന്നു. ശിവഭക്തരായ അവർ ഒരുപാട് നേർച്ചകൾ നേർന്നു. ഒരു ദിവസം സ്വപ്നത്തിൽ അന്തർജനത്തിന് ശിവദർശനം ലഭിച്ചു. അരുവിയിൽ കുളിച്ചു കയറവേ കൽപ്പടവിൽ നിന്ന് ഒരു കുഞ്ഞിനെ കിട്ടി. അവർ അവനെ സ്വന്തം മകനെ പോലെ വളർത്തി. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കുട്ടി അമ്പും വില്ലും എടുത്ത് താഴ്ന്ന ജാതിക്കാരോടൊപ്പം വേട്ടയാടാൻ പോവുകയും അങ്ങനെ കിട്ടുന്ന മാംസം ചുട്ടുഭക്ഷിക്കുകയും കള്ളു കുടിക്കുകയും ചെയ്തു തുടങ്ങി. ഇതറിഞ്ഞ അയ്യങ്കര വാഴുന്നവരും ഭാര്യയും മാംസഭോജനവും വേട്ടയും ഉപേക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. എന്നാൽ മകൻ ഇത് ചെവിക്കൊണ്ടില്ല. നിവൃത്തിയില്ലാതായപ്പോൾ മകനോട് അവർ വീട് വിട്ടിറങ്ങാൻ ആവശ്യപ്പെട്ടു. അപ്പോൾ മുത്തപ്പൻ തന്റെ വിശ്വരൂപം കാട്ടിക്കൊടുക്കുകയും അവതാര ഉദ്ദേശം വെളിപ്പെടുത്തുകയും ചെയ്തു. ആ കണ്ണുകളിൽ നിന്നുള്ള അഗ്നി കണ്ടു ഭയന്ന മാതാവ് തൃക്കണ്ണ് തുറന്നു നിൽക്കുന്ന നിന്നെ എനിക്ക് നോക്കാൻ കഴിയില്ലെന്നും പൊയ്ക്കണ്ണ് ധരിക്കണമെന്നും കരഞ്ഞപേക്ഷിച്ചു. അതുപ്രകാരം മുത്തപ്പൻ പൊയ്ക്കണ്ണ് ധരിക്കുകയും അമ്മയ്ക്ക് മുന്നിൽ നിന്ന് അവരെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് കുന്നത്തൂർ പാടിയിലേക്ക് യാത്രയാവുകയും ചെയ്തു.